അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് ആയിട്ടുള്ള കാരമൽ ചീസ് ടോസ്റ്റ് എങ്ങനെ ആക്കാൻ നോക്കിയാലോ. ഇത് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ ആദ്യം എടുക്കുന്നുണ്ട്. പിന്നെ ആ ബട്ടറിലേക്ക് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ മിക്സ് ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ്. ഇനി നമുക്ക് ആ ബ്രെഡിന്റെ മുകളിൽ ഈ മിക്സ് നല്ല രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ബ്രെഡിന്റെ മുകളിൽ നമ്മൾ മിക്സ് നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കെറ്റിലിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അതിന്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് ആണ് വേണ്ടത് നമുക്ക്. പിന്നെ ഒരു സൈഡ് ബ്രെഡ് നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്താൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നെക്സ്റ്റ് സൈഡ് നല്ല രീതിയിൽ ടോസ്റ്റ് ആകുന്നവരെ. പിന്നെ നമ്മൾ മിക്സ് ചേർത്ത് കൊടുത്ത രണ്ടാമത്തെ ബ്രെഡ് ആ ചീസിന്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് നല്ല രീതിയിൽ ടോസ്റ്റ് ആയി വരുമ്പോഴേക്കന്നെ നമ്മളെ ബ്രെഡൊക്കെ നല്ല കാരമൽ ബ്രൗൺ ആയിട്ടുണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്താലും നമുക്ക് മാറ്റി വെക്കാം. എന്റെ അത്രയുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഫൈനലി നമ്മൾ തേച്ച ഷുഗറൊക്കെ നല്ല രീതിയിൽ കാരമലൈസ് ആയിട്ട് നമ്മുടെ ബ്രെഡിന് ഒരു ക്രിസ്പിനെസ് തന്നെ വരും കേട്ടോ. ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് എല്ലാത്തിന്റെ ഫ്ലേവർ നല്ല കിഡിലൻ ആയിട്ട് കിട്ടും. ആൻഡ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. എല്ലാരും എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. നോമ്പിന്റെ സമയത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ആണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.